ഹായ് ഗൈസ്, ഞാനൊരു ട്രേഡ് ഓൾറെഡി എടുത്തു. രാവിലെ ഞാനൊരു ഷോർട്ട് സെറ്റ് ചെയ്തു. ബജാജ് 50 ക്വാണ്ടിറ്റി 7507 7460 നമ്മൾ അത് കവർ ചെയ്തു. 2300 രൂപയ്ക്ക് മേലെ പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ വീണ്ടും ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ട്. കൗണ്ടർ പൊസിഷനാണ്, അതായത് ബൈ ആണ് എടുത്തേക്കുന്നത്. ഓക്കെ, ഞാൻ സെല് ചെയ്തത് ആദ്യത്തെ ട്രേഡ് ഞാൻ എക്സിറ്റ് ആയത് 7460. അത് ഷോർട്ട് സെല്ലായിരുന്നു. ആദ്യം സെറ്റ് ചെയ്തിട്ട് ബൈ ആണ് ചെയ്തത്. ഇപ്പോൾ ഞാൻ വീണ്ടും ബൈ ആണ് ചെയ്തേക്കുന്നത്. 7472 ബൈ എടുത്തിട്ടുണ്ട്. ഇന്നലെ നമുക്ക് നല്ലൊരു മിസ്സായിരുന്നു. ബജാജ് ഫിനാൻസിന് നമുക്ക് എൻട്രി കിട്ടിയില്ല. ഇന്നലെ ഹ്യൂജ് മൂവ്മെൻ്റ് ആയിരുന്നു രാവിലെ കിട്ടിയത്. ഇന്നലെ ബജാജ് അറൗണ്ട് 350 പോയിൻറ്റ്സ് മൂവ് ചെയ്തു. ഞാൻ എൻട്രി പ്ലാൻ ചെയ്തത് ഇവിടെയായിരുന്നു. അതിൻ്റെ ബോട്ടം ഞാൻ 920 ഒക്കെ ആയപ്പോഴാണ് ഞാൻ ഈ ഒരു എൻട്രി കണ്ടത്. ഇവിടെ നമുക്കൊരു പക്ക എൻട്രി ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എൻട്രി എടുത്തില്ല. എൻട്രി എടുക്കാത്തതിൻ്റെ കാരണം ഇവിടെ ഒരു എൻട്രി കിട്ടുവാണെങ്കിൽ ടൈം 9:32 ഓക്കെ, അപ്പോൾ ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ 15 പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഒരു 10 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസിൽ നമുക്ക് കയറായിരുന്നു. നമുക്ക് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ അത്യാവശ്യം 300 പോയിൻറ്റ്സ് എങ്കിലും കിട്ടിയാനെ. പക്ഷേ നമുക്ക് ആ ട്രേഡ് എടുക്കാൻ പറ്റിയില്ല. സോ ആ ഒരു വിഷമത്തിൽ ഞാൻ ഇപ്പോൾ രാവിലെ ഒരു ട്രേഡ് എടുത്തു. ബജാജ് ഷോർട്ട് സെല് ചെയ്തു. സെല് ചെയ്ത ലെവല് ഇവിടെ ആയിരുന്നു 7507 സെല് ചെയ്തു. സ്റ്റോപ്പ് ലോസ് 10 പോയിൻറ്റ്സ് ആയിരുന്നു. ഓക്കെ, ഈ ഒരു ലെവലായിരുന്നു. 7517 സ്റ്റോപ്പ് ലോസ്. നമ്മൾ എക്സിറ്റ് ആയത് 60 ഇന്നത്തെ ഡേ ലോയിലാണ് എക്സിറ്റ് ആയത്. സോ 1:5 അടുപ്പിച്ച് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മൾ വേറെ കൗണ്ടർ പൊസിഷൻ എടുത്തിട്ടുണ്ട്. ബൈ ആണ് എടുത്തേക്കുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞു പോയ ട്രേഡിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്നലെ ഞാൻ ട്രേഡ് എടുക്കാത്ത റീസൺ 9:45 ശേഷമാണ് നോർമലി ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് നോക്കുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ട്രേഡ് എടുത്തത് 10. പക്ഷേ ടൈം എത്താത്തതുകൊണ്ട് മാത്രമല്ല, പിന്നെ എനിക്കൊരു ബജാജ് ഫിനാൻസിൽ അപ്സൈഡ് മൂവ്മെൻറ്റ് വരാനുള്ള ഒരു കോൺഫിഡൻസ് കുറവായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ അറിയാം, ഞാൻ മൾട്ടിപ്പിൾ റീസൺസ് വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അത്ര ഒരുപാട് കൺഫ്ലുവൻസിങ് റീസൺസ് ഇല്ലായിരുന്നു ബജാജിൽ ഒരു ബൈ എടുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് മാത്രമേ എനിക്കൊരു റീസൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ അതുകൊണ്ടും കൂടിയാണ് ഞാൻ ട്രേഡ് എടുക്കാത്തത്. സോ നമുക്ക് വ്യക്തമായ റീസൺസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കരുത്. അപ്പോൾ എന്തായാലും ഇന്നിപ്പം ബൈ എടുക്കാൻ അത്യാവശ്യം നല്ലൊരു റീസൺ ഉണ്ട്. ഇപ്പോൾ എത്ര നല്ല റീസൺസ് ഉണ്ടെങ്കിലും ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാം. സോ കുറച്ച് ടൈം എടുത്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് കിട്ടി. ഇപ്പോൾ 4000 രൂപയ്ക്ക് മേലെ പ്രോഫിറ്റ് വന്നതാണ്. നമ്മളൊരു എൻട്രി എടുത്തതിന് ശേഷം ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ഒരു മൂവ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലൈൻ കണ്ടിട്ടുണ്ടാവും. നേരത്തെ എൻട്രി എടുത്തപ്പോഴും മാർക്ക് ചെയ്ത ഒരു ലൈനാണ്. സോ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു സപ്പോർട്ട് ലൈൻ അല്ല, എന്തായാലും കുറച്ച് ഇമ്പോർട്ടൻറ്റ് ലൈനാണ്. അത് നമുക്ക് ഈ ഒരു ട്രേഡ് എടുക്കാനുള്ള റീസൺ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 4000 മേലെ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. നമുക്ക് മാക്സിമം വെയിറ്റ് ചെയ്യാം. സോ എനിക്ക് വലിയ റിസ്ക് ഇല്ലാത്ത ട്രേഡാണ്. സോ ഇന്നത്തെ ട്രേഡ് അവസാനിച്ചു. നമുക്ക് 3287 രൂപ പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, അപ്പം നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊരു മൂവ്മെൻ്റ് ഒക്കെ വന്നതാണ്. രണ്ടാമത്തെ ട്രേഡ് ഞാൻ എടുത്തത് 11:38 രാവിലെ. 11:38 ഈ ഒരു ലെവലിലാണ് നമ്മൾ രണ്ടാമത്തെ ട്രേഡ് എടുത്തത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ 2:30 വരെ സൈഡ് വേസ് മൂവ്മെൻ്റ് ആയിരുന്നു. ഓക്കെ, 2:30 വരെ സൈഡ് വേസ് മൂവ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു 10 ക്വാണ്ടിറ്റിയും കൂടി ആഡ് ചെയ്തു. 12:30 10 ക്വാണ്ടിറ്റിയും കൂടി ഞാൻ ബൈ ചെയ്തു. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ മൂവ്മെൻറ്റ് വന്നു. എനിക്കിവിടെ 4500 റുപ്പീസിന് മേലെ പ്രോഫിറ്റ് വന്നതാണ്. പക്ഷേ ട്രേഡിംഗ് ടൈം റൺ ഔട്ടായി. ഞാൻ എക്സിറ്റ് ആയത് 3:15 3:15 നമ്മൾ എക്സിറ്റ് ആവേണ്ടി വന്നു. ഓട്ടോ സ്കോർ ഓഫ് ആവുന്നതിന് മുന്നേ ഞാൻ എക്സിറ്റ് ആയി. സോ ഈ ഒരു ട്രേഡ് നമ്മൾ ഉദ്ദേശിച്ച രീതി വർക്കായില്ല. എന്നാലും പ്രോഫിറ്റ് തന്നെയാണ്. 1000 രൂപ പ്രോഫിറ്റ് നമുക്ക് രണ്ടാമത്തെ ട്രേഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ട്രേഡ് എടുക്കാനുള്ള റീസൺസ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു ലൈൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ഒരു ലൈൻ എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ വരച്ചതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ 15 മിനിറ്റ് ടൈം ഫ്രെയിം നോക്കുവാണെങ്കിൽ ഇന്നലെ ഒരു 350 പോയിൻറ്റ്സ് മൂവ്മെൻറ്റ് കിട്ടിയതാണ്. നമുക്കവിടെ ഒരു എൻട്രി കിട്ടിയില്ല. ഞാൻ രാവിലെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് വന്ന സ്ഥിതിക്ക് ഒരു റീട്രേസ്മെൻറ്റ് അത് ഭയങ്കര ഹെൽത്തിയാണ്. സോ നോർമലി മാർക്കറ്റ് ഇത്രയും മൂവ് ചെയ്യുന്ന നേരത്തെ ഒരു റീട്രേസ്മെൻറ്റ് വരും. അപ്പോൾ ആ ഒരു അസംഷനോടെ നമ്മളിവിടെ ഒരു ഫിബനാച്ചി ലെവൽ വരച്ചാൽ 0.5
50% റീട്രേസ്മെൻറ്റ് സോണാണ് ആ ഒരു ലൈൻ. ഓക്കെ, സോ ഇന്ന് ബജാജ് ഓപ്പൺ ആയത് ഈ ഒരു ക്യാൻഡിലാണ്. 5 മിനിറ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സോ ഈ ഒരു ക്യാൻഡിലാണ് ബജാജ് ഓപ്പൺ ആയത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ എൻട്രി ഞാൻ എടുത്തത് ഇവിടുത്തെ ഒരു ബ്രേക്ക് ഔട്ടിലാണ്. ഈ ഒരു ബ്രേക്ക് ഔട്ട് റീട്രേസ്മെൻറ്റ് ഇവിടെയാണ് ഞാൻ എൻട്രി എടുത്തത് ഷോർട്ട് ചെയ്തത് 7507 ഓക്കെ, 7507 എക്സാക്ട്ലി ഈ ഒരു ടോപ്പിലാണ് ഷോർട്ട് ചെയ്തത്. എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 10 പോയിൻറ്റ്സ് ആയിരുന്നു. നമ്മൾ എക്സിറ്റ് ആയത് 60 ഓക്കെ, 50 പോയിൻറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എക്സാക്ട്ലി ആ ഒരു 0.5 ഞാൻ എക്സിറ്റ് ആയത്. സോ എക്സിറ്റും പക്കയായിരുന്നു. ഞാൻ എക്സിറ്റ് ആയതിനു ശേഷം പിന്നെ വലിയൊരു മൂവ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല. അത് നോക്കുവാണെങ്കിൽ മനസ്സിലാവും. ഞാൻ ഇന്ന് എക്സിറ്റ് ആയത്, ആദ്യത്തെ ട്രേഡ് എക്സിറ്റ് ആയത് ഇന്നത്തെ ബോട്ടത്തിൽ തന്നെയാണ്. ചെറിയൊരു മൂവ്മെൻറ്റ് മാത്രമേ അതിന് ശേഷം വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ കണ്ടോ, ഞാനിവിടെ 7460 ഞാൻ ആ ഒരു പൊസിഷൻ ബൈ ബാക്ക് ചെയ്തത്. ഓക്കെ, അതിനുശേഷം ഞാൻ 0.5% റീട്രേസ്മെൻറ്റ് രണ്ടാമത്തെ ട്രേഡ് ഞാൻ എക്സിക്യൂട്ട് ആക്കിയത്. അപ്പോൾ ഞാൻ ബൈ ചെയ്തത് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഫോം ചെയ്ത് കാണാൻ പറ്റും. ഈ ഒരു ബ്രേക്ക് ഔട്ടിന് മുന്നെയാണ് ഞാൻ എൻട്രി എടുത്തത് അറൗണ്ട് 71 ഓക്കെ, 71 എൻട്രി എടുത്തത്. ഞാൻ ഉദ്ദേശിച്ചത് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുമെന്നാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ട് ഈ സൈഡ് വേസ് മൂവ്മെൻറ്റിൻ്റെ പകരം ആദ്യമേ ഒരു നല്ല അപ്സൈഡ് മൂവ്മെൻറ്റ് ബ്രേക്ക് കിട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ, സ്ട്രോങ് മൊമെൻറ്റത്തിൽ വന്നിരുന്നു എന്നുണ്ടെങ്കിൽ, ഈ 2:30 ശേഷം വന്ന ഈ മൂവ്മെൻറ്റ് അറൗണ്ട് 12:31 PM വന്നിരുന്നു എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇന്നത്തെ ഡേ ഹൈ എങ്കിലും എത്തിയേനെ. നിഫ്റ്റി അതുപോലെ ഡേ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്തു. സോ അതുപോലൊരു മൂവ്മെൻറ്റ് ബജാജിലും വന്നേനെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സൈഡ് വേസ് ആയിരുന്നു. നമ്മൾ ഈ മൂവ്മെൻറ്റ് കണ്ടത് തന്നെ 2:30 ശേഷമാണ്. അതുകൊണ്ട് നമുക്ക് വലിയൊരു മൂവ്മെൻ്റ് ഒന്നും കിട്ടിയില്ല. മാക്സിമം നമുക്കിവിടെ കിട്ടിയത് 40 പോയിൻറ്റ്സ് ആണ്. പക്ഷേ എനിക്ക് അത്രയും എടുക്കാൻ പറ്റിയില്ല. ഞാൻ വെയിറ്റ് ചെയ്തു. 3:15 എക്സിറ്റ് ആയത് ജസ്റ്റ് 21 പോയിൻറ്റ്സ് പ്രോഫിറ്റ് എടുത്തിട്ടാണ്. അപ്പോൾ എന്നാൽ കൂടി നമുക്ക് ആ ട്രേഡും നമ്മൾ അനാലിസിസ് ചെയ്തപ്പോൾ തന്നെ നടന്നിട്ടുണ്ട്. അതിലും പ്രോഫിറ്റ് കിട്ടി. നമുക്ക് 1000 രൂപീസോളം രണ്ടാമത്തെ ട്രേഡിൽ പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, അപ്പോൾ ഓവറോൾ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. ഞാൻ ഒരു 2 ട്രേഡൊന്നും നോർമലി ചെയ്യാത്തതാണ്. പക്ഷേ ഇന്ന് അത്രയും നല്ല സെറ്റപ്പ് ആയതുകൊണ്ടാണ് 2 ട്രേഡ് എടുത്തത്. അപ്പോൾ നല്ല എൻട്രി ആയിരുന്നു 2 ട്രേഡിലും. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു എൻട്രി എടുത്തത് ഈ ഒരു ബ്രേക്ക് ഔട്ടിന് മുന്നെയാണ്. സോ നോർമലി ഞാൻ ട്രേഡ് ചെയ്യുന്ന പോലെ ബ്രേക്ക് ഔട്ടിന് മുന്നെയാണ് ഞാൻ ഇന്നും എൻട്രി എടുത്തത്. സോ 2 ട്രേഡ് രണ്ടിലും പ്രോഫിറ്റ് കിട്ടി. അപ്പം ഇനിയിപ്പോൾ ഇന്നലത്തെ ഒരു ട്രേഡ് എനിക്ക് മിസ്സായതിന് ശേഷം ഞാൻ പിന്നെ ഓവർ ട്രേഡൊന്നും ചെയ്തില്ല. ഞാൻ ബ്ലൈൻഡായിട്ടൊന്നും പോയി ബൈ ചെയ്തില്ല. സോ ബ്ലൈൻഡായിട്ട് ബൈ ചെയ്തിരുന്നെങ്കിൽ തന്നെ ചിലപ്പം പ്രോഫിറ്റ് ആയാണ്. ഇന്നലെ ബജാജ് ഫിനാൻസ് അത്രയും വലിയ മൂവ്മെൻറ്റാണ് തന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുക. ഒരു സെറ്റപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് നല്ല സെറ്റപ്പ് കിട്ടി. നമ്മൾ ചെറിയ 2 പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.